നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് ഓരോ നാളും അത്ഭുതകരമായി ഈ മരുഭൂമിയിൽ നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. വിശ്വസ്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും ഇതിനുശേഷം ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഏറെ സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ ദൈവം അവസരങ്ങളെ ഒരുക്കുന്നല്ലോ. അതോർത്ത് കർത്താവിന് സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുകയാണ്. ഈ സന്ധ്യാസമയത്തും വെളിപ്പാട് പുസ്തകത്തെ ആധാരമാക്കിയുള്ള നമ്മുടെ പഠനത്തിനായി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നിങ്ങളുടെ ഉത്സാഹത്തിനും നിങ്ങളുടെ താല്പര്യങ്ങൾക്കുമായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ വിലപ്പെട്ടതാണ്. ദൈവം തന്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് നാം അത് പഠിക്കുവാനും അറിയുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അത് വെളിപ്പെടുത്തുന്ന ദൈവത്തെ സ്നേഹിക്കുവാനും ആ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പ്രത്യാശയിൽ നാം ഉറപ്പുള്ളവരായി സന്തോഷത്തോടെ ജീവിക്കുവാനുമാണ്. മറ്റുള്ളവരെ അത് അറിയിക്കണം എന്ന ഉത്തരവാദിത്വവും കൂടെ നമുക്കുണ്ട്. സ്തോത്രം. പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ദൈവം നമുക്ക് തൻ്റെ വചനം നൽകിയിരിക്കുന്നു. ഈ ദൈവത്തിന്റെ വചനം മോശ ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ പറയുന്നു, അത് അങ്ങ് സ്വർഗത്തിലല്ല. വചനം അങ്ങ് സ്വർഗത്തിലല്ല. ആര് അവിടെ കയറി അത് എനിക്ക് കൊണ്ടുതരും എന്ന് പറയത്തക്കതുപോലെ വചനം അങ്ങ് സമുദ്രത്തിനക്കരയുമല്ല. ആർ അവിടെ പോയി അത് എനിക്ക് കൊണ്ടുതരും എന്ന് പറയത്തക്കതുപോലെ. സ്തോത്രം. ആവർത്തന പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതിന് ആധാരം. The book of Deuteronomy chapter 30 verses 11 to 14. അവിടെയാണ് നാം കാണുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ വചനം ആ വാക്യങ്ങൾ വേണമെങ്കിൽ ഒരാൾ വായിച്ചോളൂ. For this commandment which I command thee this day, it is not hidden from thee, neither is it far off. It is not in heaven, that thou shouldest say, who shall go up for us to heaven and bring it unto us, that we may hear it and do it. Neither is it beyond the sea, that thou shouldest say, who shall go over the sea for us and bring it unto us, that we may hear it and do it. But the word is very nigh unto thee, in thy mouth and in thy heart, that thou mayest do it. Praise God. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തിരുവെഴുത്തുകൾ അത് പ്രയാസമുള്ളതല്ല അനുസരിക്കാൻ, ദൂരമായിട്ടുള്ളതുമല്ല. അത്
സ്വർഗത്തിലല്ല, പിന്നെ സമുദ്രത്തിനക്കരയുമല്ല. പിന്നെ പറഞ്ഞിരിക്കുന്നു അതെവിടെയാണ്? നിനക്ക് ഏറ്റവും സമീപത്ത്, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. So the word is so nigh unto us, so close to us. ദൈവത്തിന്റെ വചനം നമുക്ക് ഏറ്റവും സമീപമായി കർത്താവ് തന്നിരിക്കുക. അതിനുവേണ്ടി നമുക്ക് എങ്ങും ഓടേണ്ടതില്ല. സ്തോത്രം. അത് നമ്മെ പഠിപ്പിച്ചു തരുവാൻ പരിശുദ്ധാത്മാവ് എന്ന ഒരു നല്ല അധ്യാപകനെയും നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ബൈബിളിലെ എല്ലാ കാര്യങ്ങളും നമുക്കൊരുപക്ഷെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ സത്യമായുള്ളതായിരിക്കും. പറഞ്ഞ മനസ്സിലായോ? The Holy Spirit may not teach us everything in the Bible, but he will do it time to time. But no one has, or no one can claim it that I know everything. No. The Holy Spirit may not have revealed everything to us. The Holy Spirit may not have taught us everything. But one thing is sure, if the Holy Spirit has taught us, it should be true and right and correct. പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാം വെളിപ്പെടുത്തി തന്നിട്ടുണ്ടാവില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം സത്യമായിട്ടുള്ളതും വ്യക്തവും കൃത്യവുമായിട്ടുള്ളതാണ്. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തിരുവെഴുത്തിന്റെ പൊരുളുകൾ തിരിച്ചു തരും. ഏതെങ്കിലും ഭാഗങ്ങൾ നമുക്ക് കഠിനമായി തോന്നിയാൽ എന്ത് ചെയ്താൽ മതി? ആ വചനവുമായി നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചാൽ, അന്വേഷിച്ചാൽ മതിയാവും. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. സ്തോത്രം. ആ തിരുവെഴുത്തുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന്റെ വെളിപ്പാടുകൾ നമുക്ക് അധികമായി കർത്താവ് തന്ന് നമ്മെ വീണ്ടും കർത്താവ് വഴി നടത്തുമാറാകട്ടെ എന്ന് കർത്താവിനോട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ഒരുമിച്ച് തിരുവെഴുത്തുകളിലേക്ക് വീണ്ടും തിരിയുന്നു. നാം കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് സഭ മഹാപീഡനത്തിലൂടെ പോവില്ല എന്നുള്ളതാണ്. അതിന് ഇന്നലെ നമ്മൾ ഒരു കാര്യം കണ്ടത് 11ാമത്തെ സംഗതിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെ? 11ഉം 12ഉം. 11ഉം 12ഉം എന്തൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞു വിടാമോ? 11 ഇത് കർത്താവിന്റെ ഹിതമാണ്. നാം വരുവാനുള്ള സംഭവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നാം കണ്ടു. യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു എന്ന് കണ്ടു. ഓക്കെ. 12ാമത്തേത് തിരുവെഴുത്തിൽ സഭയ്ക്ക് മഹാപീഡനം വരില്ല എന്ന് പറയുന്നതിനുള്ള വാക്യങ്ങളൊന്നും ഇല്ല.
എന്ന് പോസ്റ്റ് ട്രിബുകാരുടെ വാദങ്ങളെ നമ്മൾ വാക്യങ്ങൾ നിരത്തി ഖണ്ഡിക്കുകയായിരുന്നു. സ്തോത്രം. അതിൽ 11-ാമത്തേതിനോട് ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോട്ടെ. 11-ാമത്തേതായി നമ്മൾ ഇന്നലെ കണ്ടത് ലൂക്കോസ് 21-ാം അധ്യായം 34, 35, 36 വാക്യങ്ങളായിരുന്നു. അവിടെ യേശുക്രിസ്തു 32 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന മഹാപീഡനത്തിലെ സംഭവ വികാസങ്ങൾ, മഹാപീഡനകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഭീകരതയോടെ വർണ്ണിച്ചു യേശു. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു അടുത്ത പാരഗ്രാഫിലായിട്ട്. പാരഗ്രാഫും കാര്യങ്ങളൊക്കെ പിന്നീട് ഉണ്ടാക്കപ്പെട്ടതാണെങ്കിൽ കൂടെ വിഷയം കർത്താവ് പറയുന്നു, എന്നാൽ വരുവാനുള്ള ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞിരിക്കേണ്ടതിന്. അപ്പോൾ കർത്താവ് പറയുന്നു, മുകളിൽ പറഞ്ഞ മഹാപീഡനകാലത്തെ സംഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവുള്ളവരായിരിക്കണം. ഒഴിവുള്ളവരായിരിക്കണം. ആ വാക്യത്തോട് ചേർത്ത് നമുക്ക് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കാം. 1 Thessalonians 5:3. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതും അല്ല. അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. എന്നാൽ ദൈവസഭയോ ഒഴിഞ്ഞുപോകും. അവയിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. യേശു ആഗ്രഹിച്ചു എങ്കിൽ അത് തിരുഹിതമാണ്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവയിൽ നിന്ന് നാം ഒഴിവുള്ളവരായിരിക്കും. എന്നാൽ ഇവിടെ ദൈവസഭയിൽ പെടാത്തവരായി, ദൈവത്തിൻ്റെ മക്കൾ അല്ലാത്തവരായി ഉള്ളവരെ കുറിച്ച് എന്താ പറയുന്നത്? ഇപ്പോഴെങ്ങും ഒന്നും സംഭവിക്കത്തില്ല, കുഴപ്പമൊന്നുമില്ല, സമാധാനം, നിർഭയം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വരവ് അവർക്ക് പെട്ടെന്ന് വന്ന് ഭവിക്കും. ലൂക്കോസിൽ യേശു പറഞ്ഞു, പെട്ടെന്ന് കെണി പോലെ നിങ്ങൾക്ക് വരരുത്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നു, കർത്താവിൻ്റെ വരവ് ചിലർക്ക് പെട്ടെന്ന് വന്ന് ഭവിക്കും. ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് വന്ന് ഭവിക്കും. എന്നിട്ട് പറയുന്നു, അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, ദൈവസഭയെ ചേർക്കുവാൻ യേശു വരുന്നതും അതിനോടനുബന്ധമായി പിന്നീട് നടക്കുന്ന സംഭവ പരമ്പരകളും ഈ ഭൂമിയിൽ ഒരു കൂട്ടർക്ക് പെട്ടെന്ന് കെണിയായി പെട്ടുപോകുന്നതായി, അതിൽ നിന്നും ഒഴികഴിവില്ലാത്തതായി ഭവിക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലകളായ വിശുദ്ധന്മാർക്കോ അത് പെട്ടെന്ന് കെണി പോലെ വരരുതെന്നും ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം അവർ ഒഴിവുള്ളവർ ആയിരിക്കണമെന്നും കർത്താവ് ആഗ്രഹിച്ചത് വ്യക്തമായൊരു വേർപാടല്ലേ? സ്തോത്രം. അതുകൊണ്ട് ഈ പറയുന്നത് യേശുവിൻ്റെ വരവും ഈ മഹാപീഡനങ്ങളുമൊക്കെ പെട്ടെന്നും
കെണി പോലെയും ഒക്കെ വന്നു ഭവിക്കുന്നതും ഒഴികഴിവില്ലാതിരിക്കുന്നതും ദൈവസഭയ്ക്കല്ല, സുവിശേഷം അനുസരിക്കാത്തവർക്കാണ് എന്നുള്ളത് ഈ ഭാഗങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു. സ്തോത്രം. അത് ഇന്നലത്തേതിനോട് ഒന്ന് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അതിനോടൊപ്പം 12ാമത്തെ വിഷയത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഇന്നലെ നമ്മൾ പറഞ്ഞ നിർത്തിയിടം വരെ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയാമല്ലോ. ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് മഹോപദ്രവശേഷമേ കർത്താവ് വരൂ, മഹോപദ്രവത്തിലൂടെ ദൈവസഭ കടന്നു പോകും എന്ന് ഉപദേശിക്കുന്ന കൂട്ടർ ഉന്നയിക്കുന്ന ഒരു വാദമാണ് ദൈവസഭ മഹാപീഡനത്തിലൂടെ പോകുകയില്ലെന്ന് തെളിയിക്കുന്ന വാക്യങ്ങളൊന്നും ബൈബിളിലില്ല. പകരം അവർ പറയുന്നത് മഹാപീഡനത്തിലൂടെ പോകും എന്ന് തെളിയിക്കുന്ന വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ വിഷയത്തെയാണ് നോക്കുന്നത്. അതിൽ നേരിട്ടുള്ള ചില വാക്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ലൂക്കോസ് 21:34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ 14:3 വാക്യം, വേറെ ഏതെങ്കിലും വാക്യങ്ങൾ കണ്ടിരുന്നോ? 1 തെസ്സലോനിക്കർ 1:9-10, 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ 9 വരെയുള്ള വാക്യങ്ങൾ, ഇവയെല്ലാം നാം ഇന്നലെ കണ്ടു. സ്തോത്രം. ഓരോന്നും കൂടുതലും വ്യാഖ്യാനിക്കേണ്ടതാണ്. 5-ന്റെ ഇപ്പോൾ നമ്മൾ വായിച്ച 3-ാം വാക്യം, 23-ാം വാക്യം ഒക്കെ നാം അതിനോടനുബന്ധിച്ച് കണ്ടു കഴിഞ്ഞ വാക്യങ്ങളാണ്. സ്തോത്രം. ഇനിയുമുണ്ട് ചില വാക്യങ്ങൾ കൂടെ, അതും കൂടെ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം. തീത്തോസ് 2-ാം അധ്യായം, തീത്തോസ് 2-ാമത്തെ അധ്യായം, അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ 13-14 വാക്യങ്ങൾ നമ്മോട് വായിക്കുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ചും ക്രിസ്തുവേശുവിലൂടെ പിതാവായ ദൈവം സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി കൃപ കാണിച്ചതിനെ കുറിച്ചുമാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ ജനനം മുതലുള്ള രക്ഷണ്യ പ്രവൃത്തികളൊക്കെ അതിൽ ഉൾപ്പെടും. എല്ലാം കൂടെ ചേർത്താണ് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സ്തോത്രം. എന്നിട്ട് ആ ദൈവകൃപ ഉദിച്ചപ്പോൾ നമുക്ക് എന്താ ലഭിച്ചത്? ഭാഗ്യകരമായ പ്രത്യാശ. എന്താണ് ഭാഗ്യകരമായ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. ദൈവകൃപ ഉദിച്ചപ്പോൾ നമുക്കെന്ത് ലഭിച്ചു? ഭാഗ്യകരമായ പ്രത്യാശ. യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിലൂടെ പാപക്ഷമ പ്രാപിച്ചവർക്ക് ലഭിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശ. ബ്ലെസ്സഡ് ഹോപ്പ്. When God shew his grace, the saving grace, we received a blessed hope in Christ. What is that blessed hope? That is
the appearance or the glorious appearance of Jesus Christ, our Lord and Savior. നമ്മുടെ രക്ഷിതാവായ മഹാദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായുള്ള ഒരു കാത്തിരിപ്പ്. ദൈവക്രോധത്തിനായുള്ള കാത്തിരിപ്പല്ല നമുക്കുള്ളത്. നമുക്കുള്ളത് ഭാഗ്യകരമായ പ്രത്യാശയ്ക്കും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും ഉള്ള കാത്തിരിപ്പാണ്. സ്തോത്രം. കർത്താവിന്റെ സഭയ്ക്കായിട്ടുള്ള വരവും സഭയോട് കൂടെയുള്ള വരവും രണ്ടും തേജസ്സിൽ തന്നെയാണ് കേട്ടോ. ചിലർക്കൊരു ചെറിയ സംശയം കാണും. തേജസ്സിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവിനെ കുറിച്ചുള്ളതാണെന്ന്. അത് മാത്രമല്ല, ക്രിസ്തു സഭയ്ക്കു വേണ്ടി മധ്യവാനിൽ വരുന്നതും എങ്ങനെ തന്നെയാണ്? തേജസ്സിൽ തന്നെയാണ്. കാരണം 1 യോഹന്നാൻ 3:2 നമ്മൾ കണ്ടു, നാം കർത്താവിനെ താൻ ഇരിക്കുന്നത് പോലെ കാണും. കർത്താവ് മഹത്വമൊക്കെ ഉരിഞ്ഞു വെച്ചിട്ട് മേഘങ്ങളിൽ വന്ന് നമ്മളെ കൊണ്ടുപോയി പിന്നെ യേശു തേജസ്സിന്റെ വസ്ത്രം ധരിക്കുന്ന വരവല്ല. അത് 1-ാം വരവിൽ സംഭവിച്ചു. വസ്ത്രം നമുക്ക് വേണ്ടി നമ്മെപ്പോലെ ഈ ഭൂമിയിൽ അവൻ വന്നു. എന്നാൽ ഇനിയും നമ്മുടെ കർത്താവ് വരുന്നത് മേഘപ്രത്യക്ഷതയായാലും പരസ്യപ്രത്യക്ഷതയായാലും രണ്ടും തേജസ്സിൽ തന്നെയാണ്. രണ്ടും തേജസ്സിലാണ്. അപ്പോൾ ഇവിടെ പറയുന്ന തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായുള്ള കാത്തിരിപ്പ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന വരവിനെ കുറിച്ച് മാത്രമുള്ളതല്ല. ഓക്കെ. എന്നിട്ടോ സ്തോത്രം, ഈ രണ്ട് യേശുക്രിസ്തുവിന്റെ വരവ് മഹാപീഡന അനന്തരമേ ഉള്ളൂ, മഹാപീഡനത്തിന് ശേഷമേ ഉള്ളൂ എന്ന പോസ്റ്റ് ട്രിബുലേഷനിസ്റ്റിന്റെ വാദം അനുസരിച്ചാൽ ഈ പ്രത്യാശയ്ക്ക് വകയില്ല അവിടെ. അപ്പോൾ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് ദൈവസഭയ്ക്ക് മഹാപീഡനത്തിൽ നിന്നുള്ള മോചനമുണ്ടെന്ന് തെളിയിക്കുന്ന വാക്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും കണ്ടത്. നാം കാത്തിരിക്കുന്നത് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും ആകുന്നു. സ്തോത്രം. ഓക്കെ. കൂടാതെ വേറെ ചില വാക്യങ്ങൾ കൂടെ നമുക്ക് ഇതിനോടനുബന്ധിച്ച് നോക്കുവാനായിട്ട് അല്ലെങ്കിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം നാം കാണുന്നത് എന്താണ്? കർത്താവായ യേശു മഹാപീഡനത്തിന് മുമ്പ് വരികയും തനിക്കായി കാത്ത് നിൽക്കുന്നവരെ ചേർക്കുകയും ചെയ്യും എന്നാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം നമുക്ക് പരിചയമുള്ളതാണ്. 28-ാമത്തെ വാക്യം.
ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്തിനു വേണ്ടിയാണ് ഇനിയും സംഭവിപ്പാൻ പോകുന്നത്? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. രക്ഷയ്ക്കായിട്ടാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ്. Christ will appear a second time for the salvation of those who look for him, wait for him. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി, അവരുടെ ശിക്ഷയ്ക്കായിട്ടല്ല. എന്നാൽ മഹാപീഡനം എന്ന് പറയുന്നതോ അത് ശിക്ഷാകാലമാണ്. ആവർത്തിക്കുന്നു, മഹാപീഡനം എന്ന് പറയുന്നത് ശിക്ഷാകാലമാണ്. The tribulation period is a time of punishment and condemnation. Punishment and condemnation. But Christ's appearance will happen to save us, those who are eagerly waiting for him. Hebrews 9:28. എബ്രായർ 9:28 പറയുന്നു, യേശുക്രിസ്തു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും പ്രത്യക്ഷനാകും, ശിക്ഷയ്ക്കായിട്ടല്ല. എന്നാൽ മഹാപീഡനകാലം ശിക്ഷാകാലയളവാണ്, ശിക്ഷാവിധിയുടെ സമയമാണ്. ദൈവസഭ ആ ശിക്ഷാകാലയളവിലൂടെ അല്ല കടന്നു പോകുന്നത്. സ്തോത്രം. റോമർ 8:1 നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷാവിധി ഒഴിഞ്ഞുപോയവരാണ് നാം. കാരണം എന്താ? നമുക്ക് വേണ്ടി ശിക്ഷാവിധിയെല്ലാം ഏറ്റ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുകയും നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ട യേശുവിനെ നാം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? നാം ശിക്ഷാവിധി ഒഴിഞ്ഞവരാണ്. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം രക്ഷയുടെ സന്തോഷമാണ്. രക്ഷയുടെ ഒരു ഭാഗമാണ് ശിക്ഷാവിധിയിൽ നിന്നുമുള്ള വിടുതൽ, മോചനം. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയുടെ 4 ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഓർമ്മ കാണുമായിരിക്കും. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഞാനങ്ങ് പറഞ്ഞുവിടാം. Deliverance from the condemnation or the punishment of sins. Deliverance from the guilt of sins. Deliverance from the power or influence of sins. And finally, deliverance from
the very presence of sins. മുമ്പ് മുതൽ പങ്കെടുക്കുന്നവർക്ക് ഓർമ്മ വന്നു കാണും. തിരുവെഴുത്ത് നമുക്ക് തരുന്ന, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയുടെ 4 വശങ്ങളാണിത്. പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും ഉള്ള വിമോചനം. 2, പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്നും ഉള്ള വിമോചനം. 3, പാപത്തിന്റെ സ്വാധീന ശക്തിയിൽ നിന്നും ഉള്ള വിമോചനം. 4, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെയുള്ള വിടുതൽ. ഇത് 4ഉം കൂടെ ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ഈ 4 വശങ്ങളും കൂടെ കൂട്ടിയോജിക്കുന്നതാണ് ക്രിസ്തീയ രക്ഷ. ഈ 4 വശങ്ങളും കൂടെ യോജിക്കുന്നതാണ് ക്രിസ്തീയ രക്ഷ. സ്തോത്രം. ഓക്കെ, ഒന്നും കൂടെ പറയാം. Christian salvation includes these 4 aspects. First, deliverance from the condemnation of sins. പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും ഉള്ള മോചനം. 2, deliverance from the guilt of sin. പാപത്തിന്റെ കുറ്റത്തിൽ നിന്ന്, അപരാധബോധത്തിൽ നിന്ന് ഉള്ള മോചനം. കുറ്റബോധത്തിൽ നിന്ന്. 3, from the power or influence of sin. പാപത്തിന്റെ സ്വാധീന ശക്തിയിൽ നിന്ന്, പാപത്തിന്റെ സ്വാധീനതയിൽ നിന്ന് അല്ലെങ്കിൽ ശക്തിയിൽ നിന്നുള്ള വിമോചനം. 4, പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന്, from the very presence of sin. കിട്ടിയല്ലോ 4. അപ്പോൾ ഈ 4 വശങ്ങളും കൂടെ കൂട്ടിയോജിപ്പിക്കപ്പെടുന്നതാണ് ക്രിസ്തീയ രക്ഷ അല്ലെങ്കിൽ ക്രിസ്തീയ രക്ഷാശാസ്ത്രം. ക്രിസ്ത്യൻ സോറ്റീരിയോളജി. സ്തോത്രം. പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്ന്, സ്വാധീനത്തിൽ നിന്ന്, സാന്നിധ്യത്തിൽ നിന്ന്. സ്തോത്രം. ഓക്കെ. അതുതന്നെയാണ് രക്ഷയുടെ സന്തോഷം ഏറ്റവും വലിയ സന്തോഷമായിരിക്കുന്നത്. സ്തോത്രം. വേദപുസ്തക പ്രകാരം ഏറ്റവും വലിയ സന്തോഷം രക്ഷയുടെ സന്തോഷം. സങ്കീർത്തനം 51:12 ദാവീദ് തന്നെ പറയുന്നുണ്ട്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. Psalms 51:12 David was praying for the restoration of the joy of salvation. Christ in Luke 10:20 said, rejoice not because of some successful ministries, not because evil spirits are under you, but because your names are written in heaven. യേശു ലൂക്കോസ് 10:20 പറഞ്ഞു, ദുരാത്മാക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിലൊന്നും, അല്ലെങ്കിൽ വിജയകരമായ ഒരു ശുശ്രൂഷ ഉണ്ടായി എന്നതിലൊന്നും അല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ
എഴുതിയിരിക്കുന്നു എന്നതിൽ തന്നെ. അങ്ങനെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന, ജീവപുസ്തകത്തിൽ പേരുള്ളവരായ നമുക്ക് നാം എങ്ങനെയുള്ളവരാണ്? ശിക്ഷകൾ ഒഴിഞ്ഞവരാണ്, ശിക്ഷാവിധിയിൽ നിന്ന് വിമോചിതരാണ്. കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു, ശാപമാക്കപ്പെട്ടു. യേശുവിൻ്റെ ജഡശരീരത്തിൽ നമ്മുടെ പാപത്തിന് പിതാവായ ദൈവം ശിക്ഷ വിധിച്ചു. സ്തോത്രം. വാക്യങ്ങൾ വേണ്ടല്ലോ, നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതായതുകൊണ്ടാണ്. എന്നാലും റോമർ 8:3 വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിട്ടെന്നുള്ളൂ. ക്രിസ്തുവിന്റെ ജഡത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മുടെ പാപത്തിന് പിതാവ് ശിക്ഷ വിധിച്ചു. രണ്ട് കൊരിന്ത്യർ 5:21 അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. യേശു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. ഗലാത്യർ 3:11 മുതൽ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമാക്കപ്പെട്ടു. സ്തോത്രം. അങ്ങനെ നമുക്ക് വേണ്ടി പാപവും ശാപവും ആക്കപ്പെട്ട് നമ്മുടെ പാപമെല്ലാം തൻ്റെ മേൽ ചുമന്ന് ക്രൂശിന്മേൽ കയറി പാപത്തിന്റെ ശിക്ഷയേറ്റ യേശുവിലൂടെ നമുക്കെന്താ ലഭിച്ചത്? ഈ പറഞ്ഞ 4 മുഖങ്ങളുള്ള രക്ഷ. അങ്ങനെയെങ്കിൽ യേശു ഇനിയും വരുന്നത് ഈ രക്ഷിക്കപ്പെട്ടവരെ ശിക്ഷിക്കാനല്ല, അല്ലെങ്കിൽ യേശു വന്ന് ക്രൂശിൽ മരിച്ചത് വീണ്ടും ദൈവസഭ അല്ലെങ്കിൽ നാം ശിക്ഷാവിധിയിലൂടെ കടന്നു പോകാനല്ല. യേശു ഇനിയും വരുന്നു നമ്മെ രക്ഷിപ്പാൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ രക്ഷയുടെ സമ്പൂർണതയ്ക്ക് വേണ്ടി. ദ പർപ്പസ് ഓഫ് റാപ്ചർ, ഉൽപ്രാപണത്തിന്റെ ഉദ്ദേശം എന്നൊരു ഭാഗമുണ്ട്. നമ്മൾ ഇപ്പോൾ അത് ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ ഈ ഒരു ബിന്ദുവിൽ അത് ഒന്ന് തൊട്ടുവിടുന്നെന്ന് മാത്രം. എന്താണ് ഉൽപ്രാപണത്തിന്റെ ലക്ഷ്യം? പല ലക്ഷ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമ്മൾ വായിച്ച എബ്രായർ 9:28, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട്. There are multiple purposes for the rapture. We are not dealing with them now. But at this particular point, let me just mention one of the key purposes of rapture, as mentioned in Hebrews 9:28. It's for the salvation of those who wait for him. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. അതിലാണ് to take them away from the very presence of sin. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ അവരെ വിമോചിപ്പിക്കുക. അപ്പോൾ ക്രിസ്തു നമ്മെ രക്ഷിപ്പാൻ വരുന്നു. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. ബൈബിൾ വ്യക്തമായി നമ്മോട് പറയുന്നു. അങ്ങനെ തിരുവെഴുത്ത് വ്യക്തതയോടെ പറയുമ്പോൾ അങ്ങനെ ഒരു വാക്യം പോലും ഇല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? കണ്ണടച്ച് വെറുതെ ഇരുട്ടാക്കുകയല്ലേ അത്? സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? ഈ വാക്യങ്ങളോട് ചേർന്ന് തന്നെ നമ്മളിപ്പോൾ ചിന്തിച്ച ആശയത്തോട് ചേർന്നാണ് തിരുവത്താഴത്തിന് നമ്മൾ
വായിക്കാറും പറയാറുമുള്ള 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിലെ വാക്യം. അവിടെയും ഈ കാര്യം അറിയാതെയോ അറിഞ്ഞോ, മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയോ പറഞ്ഞു വിടുന്നതും വായിച്ചു വിടുന്നതുമായ ഭാഗമാണ്. അതിന്റെ 31-ാമത്തെ വാക്യം, 31-32. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ദൈവജനത്തിനുള്ള ശിക്ഷയുടെ പേരാണ് ബാലശിക്ഷ. ബാലശിക്ഷ ദൈവം തൻ്റെ മക്കൾക്ക് സ്നേഹത്തോടെ നൽകുന്നതാണ്, ക്രോധത്തോടുകൂടെ നൽകുന്നതല്ല. എന്തിനാ സ്നേഹത്തോടെ ബാലശിക്ഷ കഴിക്കുന്നത്? ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാനാണ്. അങ്ങനെ തിരുവെഴുത്ത് വ്യക്തതയോട് പറയുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും ലോകത്തോടുകൂടെ ദൈവസഭയും ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ, ക്രോധത്തിന്റെ നാളുകളിൽ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന്? അനുചിതമല്ലേ അത്? സ്തോത്രം. ഈ വാക്യങ്ങളെല്ലാം വ്യക്തതയോടെ നമ്മോട് പറയുന്നു, ദൈവസഭയ്ക്ക് അങ്ങനെയൊരു ശിക്ഷാവിധി ഇല്ല, അങ്ങനെ ഒരു ശിക്ഷാ കാലയളവ് സഭയ്ക്കില്ല. മുമ്പ് പറഞ്ഞതുപോലെ സഭ ഒരു പ്രസ്ഥാനമോ ഒരു രാഷ്ട്രമോ അല്ല. തീർച്ചയായും സഭാ സ്ഥാപനമെന്ന് നമ്മൾ പറയാറുണ്ട്. The church is an institution, but God doesn't consider the church, the institution, as a particular group or organization or denomination or as a nation, as in the case of Israel. But each and every Christian is considered individually. And therefore, there is no a general treatment to the church in a given time or a space. ദൈവസഭയെ ക്രിസ്തു വ്യക്തികളായിട്ടാണ് കാണുന്നത്. വ്യക്തികളാണ് സഭയിലെ കർത്താവ് ശ്രദ്ധിക്കുന്ന ഘടകം. ഇസ്രായേലിൽ അങ്ങനെയല്ല, ഒരു രാഷ്ട്രം എന്ന നിലയിലാണ്. എന്നാൽ സഭയെ കർത്താവ് കാണുന്നത് കൂട്ടമായിട്ടല്ല, വ്യക്തികളായിട്ടാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സമയപരിധിയിൽ ഈ സഭയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ശിക്ഷയിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന ഒരു പരിപാടി ദൈവത്തിനില്ല. പകരം ഓരോ വ്യക്തിയെയും, ദൈവസഭയിലെ ഓരോ അംഗത്തെയും, ഓരോ ശിഷ്യനെയും സമയാസമയങ്ങളിൽ തൻ്റെ ജീവകാലത്ത്, ഓരോരുത്തൻ്റെയും ജീവകാലത്ത് ബാലശിക്ഷകൾ നൽകി ശുദ്ധീകരിച്ച് ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ രക്ഷിക്കുന്ന രക്ഷണ്യ പ്രവൃത്തിയാണ് ദൈവത്തിനുള്ളത്. മനസ്സിലായോ ഇത്? ഒന്നുകൂടി പറഞ്ഞു. ഇസ്രായേലിനെ ദൈവം കാണുന്നത് എങ്ങനെയാണ്? ഒരു രാഷ്ട്രമായിട്ട്. വ്യക്തികൾക്ക് അവിടെ സ്ഥാനമില്ല.
രാഷ്ട്രമായിട്ടാണ്, ഒരു സമൂഹമായിട്ടാണ്. എന്നാൽ സഭയെ ദൈവം കാണുന്നത് ഒരു സമൂഹമായിട്ടാണോ? അല്ല, പകരം ഓരോ വ്യക്തികളായിട്ടാണ്. ഇസ്രായേലിലെ ആത്മീയത ദേശീയമായതാണ്. എന്നാൽ സഭയിലെ ആത്മീയത വ്യക്തിപരമാണ്. അതുകൊണ്ട് അതായത് ഇസ്രായേലിലെ നോക്കിക്കേ, ദാനിയേലിനെ പോലെ, യഹസ്കേലിനെ പോലെ, സെറുബ്ബാബേലിനെ പോലെ, നമ്മള് ശദ്രക്ക് മേശക്ക് അബേദനഗോ എന്ന് വിളിക്കുന്ന അസരിയാവ്, മിശായേൽ, ഹനന്യാവിനെ പോലെ ഭക്തന്മാരായിരുന്നവർ. പക്ഷേ അവർക്കും എന്തുണ്ടായി? പാപം ചെയ്ത മുഴുവൻ ഇസ്രായേലിന്റെയും ശിക്ഷ ഇവർക്കും സഹിക്കേണ്ടി വന്നു. പ്രവാസത്തിലേക്ക് പോയി. എന്നാൽ ദൈവസഭയ്ക്കോ, ദൈവസഭയെ ദൈവം വ്യക്തികളായിട്ട് കണ്ട് ഓരോ വ്യക്തിയെയും അവരവരുടെ ജീവകാലത്ത് ബാലശിക്ഷകൾ കൊടുത്ത് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ദൈവസഭാംഗങ്ങളെ വ്യക്തികളായിട്ടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ശുദ്ധീകരിച്ചെടുക്കുന്നത്, സമൂഹമായിട്ടല്ല. IPC എന്ന പ്രസ്ഥാനത്തിന് എന്നാ പിന്നെ ആ പ്രസ്ഥാനത്തെ മുഴുവനും കൂടെ ഒരു തീച്ചുളയിലൂടെ കടത്തിവിട്ടങ്ങെടുക്കാം? ഇല്ല. പ്രസ്ഥാനം ദൈവത്തിന് വിഷയമല്ല, വ്യക്തികളാണ് വിഷയം ദൈവസഭയിലേക്ക് വരുമ്പോൾ. അപ്പോൾ ദൈവസഭാംഗങ്ങളെ കർത്താവ് ശിക്ഷിക്കുന്നത് ഏത് ശിക്ഷ കൊണ്ടാണ്? ബാലശിക്ഷ. ഈ ബാലശിക്ഷ വ്യക്തികളായിട്ടാണോ അതോ പ്രസ്ഥാനമായിട്ടാണോ, ഒരു സഭ സമൂഹമായിട്ടാണോ കർത്താവ് കൊടുക്കുന്നത്? വ്യക്തിപരമായിട്ട്. ഓരോ വ്യക്തിയെയുമാണ് കർത്താവ് ശുദ്ധീകരിച്ചെടുക്കുന്നത്. അതെപ്പോഴാ? ഇപ്പോൾ തന്നെ, അവരവരുടെ ജീവകാലത്ത് തന്നെ. അവരവരുടെ ജീവകാലത്താ. അപ്പോഴപ്പോൾ. അതെ, അതാത് സമയങ്ങളിൽ. അതേസമയം മഹാപീഡനം എന്ന ശിക്ഷാകാലയളവോ? നേഷൻ വൈസ്. അത് ഒരു രാഷ്ട്രം എന്ന നിലയില. അതുകൊണ്ടാണ് പറഞ്ഞത്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് യേശു വരും. ആ രക്ഷയ്ക്കായിട്ട് വരുന്നു, ശിക്ഷയ്ക്കായിട്ടല്ല. ഇനി അഥവാ നമ്മെ ശിക്ഷിക്കുന്നെങ്കിൽ ബാലശിക്ഷകളിലൂടെയാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഇത് സംഭവിക്കുന്നത്. ഓരോ വ്യക്തിയും ജീവിച്ചിരിക്കുന്ന കാലത്താണ്. അതല്ലാതെ ക്രിസ്ത്യാനികൾക്കെല്ലാം കൂടെ ചേർത്തൊരു ശിക്ഷാ കാലയളവെന്നൊരു കാലയളവ്, അങ്ങനെയൊരു രക്ഷാ പ്രവർത്തനമോ ദൈവത്തിനില്ല. അങ്ങനെ വ്യക്തിപരമായി നമ്മെ, ക്രിസ്ത്യാനികളെ, ദൈവമക്കളെ ബാലശിക്ഷ കഴിച്ച് ശുദ്ധീകരിച്ചെടുക്കുന്നു. അങ്ങനെ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ ദൈവസഭാംഗങ്ങളെ കർത്താവ് തൻ്റെ അടുക്കൽ ചേർക്കുന്നു.
ഇപ്പോൾ മനസ്സിലായോ? പക്ഷെ ഇപ്പോഴത്തെ സഭയിലെ ആളുകളും മഹാപീഡന കാലത്തുണ്ടല്ലോ പാസ്റ്റർ. അപ്പം രാഷ്ട്രീയമായിട്ടാ മഹാപീഡനം എന്ന് എങ്ങനെയാ പറയുന്നേ? ഇപ്പോഴത്തെ സഭയിലുള്ളവരും ഉണ്ടാവുമല്ലോ. അവർ സഭാംഗങ്ങളല്ല, കൈവിടപ്പെടുന്നവർ സഭാംഗങ്ങളല്ല. അതെ, സഭാംഗങ്ങളാന്ന് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ അല്ലേ? അവരിയ്ക്കുന്നല്ലേ ഉള്ളൂ, അല്ലല്ലോ. കർത്താവിനുള്ളവരല്ല. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത് വെപ്പുപല്ല് പോലെയാണെന്ന്. ഇരിക്കുന്നത് വായിലാണെങ്കിലും വെച്ചേക്കുന്ന ആളുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അവരൊക്കെ സംഘടനയുടെ ആൾക്കാരാണെന്നേ ഉള്ളൂ. പ്രസ്ഥാനത്തിന്റെയും സംഘടനയുടെയും ആൾക്കാരാ, സഭയുടെ ആളല്ല. ഇപ്പോൾ വ്യക്തമാണോ? സ്തോത്രം. ഓക്കെ. അപ്പോൾ ഇത്രയേറെ, മറ്റെന്തെങ്കിലും ഇതുവരെ ഉള്ളതിൽ സംശയങ്ങളുണ്ടോ? വിശദീകരണം വേണോ? ഓക്കെ. മറ്റാർക്കെങ്കിലും? വേണ്ട. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം വാക്യങ്ങൾ ദൈവസഭയ്ക്ക് മഹാപീഡനത്തിൽ നിന്ന് ഒഴിവുണ്ട് എന്നുള്ളതിന് വേണ്ടി നമുക്കുണ്ട്. അതുകൊണ്ട് മഹാപീഡന ശേഷമേ കർത്താവ് വരുമെന്നും സഭയെടുക്കപ്പെടുകയുള്ളൂ എന്നും ഉള്ള വാദത്തിന് ഇവിടെ അർത്ഥമില്ല. അവര് പറയുന്ന വാക്യമില്ല എന്ന വാദം ഇവിടെ പൊളിയുന്നു. സ്തോത്രം. മുൻപോട്ട് പോകാമല്ലോ. ഇങ്ങനെ സഭാമുഖത്തിൽ പോകുന്ന പഠിപ്പിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം അവർക്കുള്ളത്? ആരെ പ്രയോജനപ്പെടുത്താനത്? അവരുടെ ഒരു വാദം സ്ഥാപിക്കുക എന്നതിനപ്പുറത്ത് കാര്യമൊന്നുമില്ല. അതുതന്നെയാണ് നമ്മൾ ചോദിക്കുന്ന ഒരു മറുചോദ്യം. സഭ മഹാപീഡനത്തിലൂടെ പോകുന്നു, ഇനിയും പോകുന്നതിനിരിക്കട്ടെ, പോകുന്നത് കൊണ്ട് ആർക്കെന്ത് പ്രയോജനം? അങ്ങനെ വാദിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം? സത്യത്തിൽ ഈ മൂന്ന് വാദങ്ങളുടെയും ആവശ്യമില്ല. ബൈബിൾ വ്യക്തതയോടെ, പ്ലെയിനായിട്ട് വ്യക്തതയോടെ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന്, ദൈവകോപത്തിൽ നിന്ന് നാം ഒഴിവുള്ളവരാണെന്ന്. അതിനകത്ത് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു. കർത്താവ് വരും, നമ്മെ കൊണ്ടുപോകും. അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു വാദമായിട്ട് വരേണ്ട ആവശ്യമില്ല. പൊതുവെ നമ്മൾ പണ്ടും ചിന്തിച്ചിട്ടുള്ളത് പോലെ പൊതുധാരയിൽ നിന്നൊന്ന് മാറി ചിന്തിക്കുക എന്നത് ചിലരുടെ ഒരു രീതിയാണ്. അതുകൊണ്ട് എല്ലാവരും പറയുന്നത് തന്നെ ഞാനും പറഞ്ഞാൽ, എല്ലാവരും ചിന്തിക്കുന്നത് പോലെ തന്നെ ഞാനും ചിന്തിച്ചാൽ എന്ന നിലയിൽ ചിലർ ചില വാദങ്ങൾ കൊണ്ടുവരും. അത് പലപ്പോഴും പിന്നീട് ദുരുപദേശങ്ങളായിട്ട് തീരുകയും ചെയ്യും. പക്ഷെ അവരങ്ങനെ വാദിക്കുന്നത് കൊണ്ട് നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നു അല്ലേ? അത്രേ ഉള്ളൂ. ഒരു ചോദ്യം വന്നത്, സോ ദീസ് ഡേയ്സ് ഓൾസോ ഇസ്രായേൽ ഈസ് chastened as a nation. This is actually not a chastening. Yeah, of course, this is
even a chance for them to return and repent. What happening today for them? So this is also actually a call to repentance, but they will not as a nation. Maybe individually some persons will come to or turn to Christ, but not as a nation. Okay, മറ്റെന്തെങ്കിലും? ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് അവസാനമായിട്ട് പറഞ്ഞു നിർത്തുവാനുള്ളത് 13-ാമത്തെ അല്ലെ, 13-ാമത്തെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു വന്നതിനോട് ചേർത്തായതുകൊണ്ട് അധികം വിശദീകരിക്കാതെ നിർത്താം. The hope of the church. ഇന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ അതിന്റെ ചെറിയൊരു കാര്യം പറഞ്ഞു വിട്ടായിരുന്നു. The hope of the church. ദൈവസഭയുടെ പ്രത്യാശ. ദൈവസഭയുടെ പ്രത്യാശ. We have a hope. The church has a hope. ദൈവസഭയ്ക്ക് ഒരു പ്രത്യാശയുണ്ട്. ഈ സഭ അല്ലെങ്കിൽ ആർക്കാണ് ഈ തൊട്ടുള്ള വാക്യങ്ങളിൽ കണ്ടു, രക്ഷാകരമായ ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ടവർക്കാണ് ഈ പ്രത്യാശ. മറ്റൊന്ന് റോമർ 5-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ, റോമർ 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ വെച്ച് പറഞ്ഞാൽ ആർക്കാണ് ഈ പ്രത്യാശ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക്. ആർക്കാണ് ഈ പ്രത്യാശ? നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് സമാധാനം അഥവാ നിരപ്പ് പ്രാപിച്ചവർക്ക്. ആർക്കാണ് ഈ പ്രത്യാശ? ഇന്ന് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് യേശുക്രിസ്തു മൂലം പ്രവേശനം ലഭിച്ചവർക്ക്. 4 കാര്യങ്ങൾ. യേശുവിൽ വിശ്വസിച്ചവർക്ക്, വിശ്വസിച്ച് നീതീകരണം ലഭിച്ചവർക്ക്, നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് നിരപ്പ് അഥവാ സമാധാനമുണ്ടായവർക്ക്, ദൈവകൃപയിലേക്ക് പ്രവേശനം ലഭിച്ചവർക്ക്. അവർക്കുള്ള പ്രത്യാശ എന്തുവാ? 2-ാം വാക്യത്തിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നു, ദൈവ തേജസ്സിന്റെ പ്രത്യാശ. The church has a hope. Who is this church? According to Romans 5:1 and 2. Those who believed in Jesus, those who are justified having believed, those who are reconciled with God after having justified, and who got access to the grace of God. ഈ 4 കൂട്ടരാണ് റോമർ 5-ന്റെ ആദ്യത്തെ 1-2 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭയെന്ന് പറയുന്നത്. യേശുവിൽ വിശ്വസിച്ചവർ, നീതീകരിക്കപ്പെട്ടവർ, ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവർ, ദൈവകൃപയിലേക്ക് പ്രവേശനം ലഭിച്ചവർ. അവർക്ക് എന്തുണ്ട്? പ്രത്യാശ.
Hope of പ്രത്യാശ. പ്രത്യാശ. എന്ത് പ്രത്യാശ? hope of the glory of God. ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ തേജസ്സിന്റെ പ്രത്യാശ. ദൈവ തേജസ്സിന്റെ പ്രത്യാശ. അപ്പോൾ ദൈവസഭയ്ക്കുള്ളത് എന്താണ്? റോമർ 5:2 അടിസ്ഥാനമാക്കി ദൈവ തേജസ്സിന്റെ പ്രത്യാശയാണ്. നമ്മൾ മുമ്പേ വായിച്ച തീത്തോസ് 2:12 തൊട്ടുള്ള വാക്യങ്ങൾ അടിസ്ഥാനമാക്കി നമുക്കുള്ളത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. സ്തോത്രം. ഭാഗ്യകരമായ പ്രത്യാശ. We have a blessed hope. A blessed hope. ഭാഗ്യകരമായ പ്രത്യാശ. സ്തോത്രം. അപ്പൊ ഇങ്ങനെ ദൈവസഭയ്ക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടോ ദൈവത്തിന്റെ ക്രോധത്തിനായിട്ടോ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടുന്ന ഒരു ശിക്ഷാവിധിക്കായിട്ടോ ഉള്ള കാത്തിരിപ്പോ പ്രതീക്ഷയോ അല്ല ഉള്ളത്. സ്തോത്രം. പിന്നെ ആ പ്രത്യാശയുടെ ആ പ്രത്യാശയുടെ അഡ്ജക്റ്റീവ്സ്, ബൈബിൾ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ് ഞാനൊന്ന് പറഞ്ഞുവിടാം. 5 മിനിറ്റ് നമ്മുടെ ശേഷിക്കുന്നു. വിശദമാക്കാതെ ഞാനൊന്ന് പറഞ്ഞുവിടാം. 2 നമ്മൾ പറഞ്ഞു. എ ഗ്ലോറിയസ് ഹോപ്പ്. ദ ഹോപ്പ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ തേജസ്സിന്റെ പ്രത്യാശ. റോമർ 5:2. തീത്തോസ് 2:14 മുതൽ നമ്മൾ കണ്ടു ബ്ലെസ്സഡ് ഹോപ്പ്, ഭാഗ്യകരമായ പ്രത്യാശ. 2 തെസലോനിക്കർ 2:16. സമയമില്ലാത്തതുകൊണ്ട് വായിപ്പിക്കുന്നില്ല, നിങ്ങൾ നോക്കിക്കൊള്ളുക. 2 Thessalonians 2:16 നമ്മുടെ കാണുന്നു ഗുഡ് ഹോപ്പ്, നല്ല പ്രത്യാശ. അല്ലെ, മലയാളത്തിൽ അങ്ങനല്ലേ? നല്ല പ്രത്യാശ എന്നല്ലേ? നല്ല പ്രത്യാശ. ഹീബ്രൂസ് 7:19, എബ്രായർ 7:19 ബെറ്റർ ഹോപ്പ്, ഏറെ നല്ല പ്രത്യാശ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ. ബെറ്റർ ഹോപ്പ്, ഏറെ നല്ല പ്രത്യാശ അല്ലേ? ആണല്ലോ. ഫസ്റ്റ് പീറ്റർ 1:3, 1 പത്രോസ് 1:3 ലിവിങ് ഹോപ്പ്, ജീവനുള്ള പ്രത്യാശ. ജീവനുള്ള പ്രത്യാശ. റോമർ 8:24, റോമൻസ് 8:24 സേവിങ് ഹോപ്പ്. സേവിങ് ഹോപ്പ്. ആ പദം അവിടെ കാണത്തില്ലായിരിക്കും. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതെ, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ രക്ഷിക്കുന്ന പ്രത്യാശ എന്ന് വിളിച്ചു. സ്തോത്രം. അതായത് ദാറ്റ് ഈസ് ദ ഫാക്ടർ ഇൻ സാൽവേഷൻ. ഓക്കെ, ദ വെരി ഫാക്ടർ ഇൻ സാൽവേഷൻ ഈസ് ഹോപ്പ്. രക്ഷയിലെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് പ്രത്യാശയാണ്. പ്രത്യാശയില്ലെങ്കിൽ പിന്നെ യെസ്, സോ ദാറ്റ് ഈസ് സേവിങ് ഹോപ്പ്. രക്ഷിക്കുന്ന പ്രത്യാശ അല്ലെങ്കിൽ രക്ഷയുടെ ഏറ്റവും കാതലായ ഘടകമായ പ്രത്യാശ. അടുത്തത് ഫസ്റ്റ് തെസലോനിയൻസ് 1:3, 1 തെസലോനിക്കർ 1:3
ഹീബ്രൂ 6:18-19, എബ്രായർ 6:18-19 വാക്യങ്ങൾ പറയുന്നു, ദ ആങ്കർ ഓഫ് അവർ സോൾ, ഹോപ്പ് ഈസ് അവർ ഹോപ്പ് ഈസ് ദ ആങ്കർ ഓഫ് അവർ സോൾ. നമ്മുടെ ആത്മാവിന്റെ നങ്കൂരമായ പ്രത്യാശ, ആത്മാവിന്റെ നങ്കൂരമായ പ്രത്യാശ. സ്തോത്രം. 1 യോഹന്നാൻ 3:2-3, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സസ് 2 and 3, അതിനെ ഞാൻ വിളിക്കുന്നത് സാങ്ക്ടിഫൈങ് ഹോപ്പ് എന്ന, നമ്മെ വിശുദ്ധീകരിക്കുന്ന പ്രത്യാശ. അവനിൽ ഈ 3-ാം വാക്യം പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം താൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. അപ്പോൾ വിശുദ്ധീകരിക്കുന്ന പ്രത്യാശ. സ്തോത്രം. ടൈറ്റസ് 1:2, തീത്തോസ് 1:2, ഹോപ്പ് ഓഫ് ഇറ്റേണൽ ലൈഫ്, നിത്യജീവന്റെ പ്രത്യാശ, നിത്യജീവന്റെ പ്രത്യാശ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ, വ്യത്യസ്ത പേരുകളിൽ, വ്യത്യസ്ത വിശേഷണങ്ങളോടെ, സ്തോത്രം, ഉള്ള ഒരു പ്രത്യാശയാണ് സഭയ്ക്കുള്ളത്. അതേസമയം ടൈറ്റസിന്റെ റെഫറൻസ് ഒന്ന് പറയാം. ഏതാ? ഒടുവിലത്തേതാണോ? 1:2, ഹോപ്പ് ഓഫ് ഇറ്റേണൽ ലൈഫിൻ്റെത് 1:2, നിത്യജീവന്റെ പ്രത്യാശ. ഇങ്ങനെ ഇരിക്കെ സഭ മഹാപീഡനത്തിലൂടെ പോകുമെന്ന് പറയുന്നവർക്ക് ഇത്തരം ഈ ഒരു പ്രത്യാശ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? സ്തോത്രം. ഇല്ല, ഒക്കത്തില്ല. അവർ കാത്തിരിക്കുന്നത് എന്ന് വരും, എതിർ ക്രിസ്തു എന്ന് വരും, ഇതിലേ വരുന്നുണ്ടോ, തുടങ്ങിയോ? ഇല്ല, നമുക്ക് ആ ഒരു ഭീതിയില്ല. ലോകത്തിന് എന്ത് ഭവിക്കും എന്ന് പ്രമുഖന്മാർ, നമ്മൾ പാട്ട് പാടുന്നത് പോലെയും ലൂക്കോസ് 21-ൽ യേശു കർത്താവ് പറയുന്നത് പോലെയും, ആകാശത്തിന്റെ ശക്തികൾ ഇളകുന്നതിനാൽ, ബാക്കി പറഞ്ഞു, ഭൂവിൽ എന്തു ഭവിക്കുമെന്ന് ഓർത്തുകൊണ്ട്. സ്തോത്രം. ലോകക്കാരെന്ത് ചെയ്യുന്നു? പേടിച്ച് നിർജീവന്മാരായിത്തീരും. അങ്ങനെ ലോകത്തിലുള്ളവർക്ക് പേടിയും നിർജീവത്വവും വരുമ്പോൾ ദൈവസഭയ്ക്ക്, ഈ പ്രത്യാശ ലഭിച്ച ദൈവസഭയ്ക്ക് ഭയമല്ല, നിർജീവത്വമല്ല, സ്തോത്രം, അവർക്ക് അനിശ്ചിതത്വബോധമല്ലുള്ളത്. അവർക്കൊരു കാര്യം അറിയാം, എന്തെല്ലാം ഭവിച്ചാലും, എന്തെല്ലാം വിപത്തുകൾ ലോകത്തിൽ വന്നാലും, എന്തൊക്കെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വന്നാലും, എന്തെല്ലാം ശാസ്ത്രീയമായ മാറ്റങ്ങൾ വന്നാലും, അവയ്ക്കൊക്കെ മുൻപ്, ഇവയെല്ലാം സംഭവിക്കും മുമ്പ് നാം ഇവയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകും എന്ന വലിയ പ്രത്യാശയാ കർത്താവ് തന്നിട്ടുള്ളത്. ഞാൻ ഓൺലൈൻ പത്രങ്ങളിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ആവർത്തിച്ചു വായിക്കുന്നതും വലിയ ഹൈലൈറ്റോടെ പത്രങ്ങൾ കാണിക്കുന്നത് ഒരു കാര്യമാണ്, AI, നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള റോബോട്ടുകൾ നമ്മളെ നിയന്ത്രിക്കുന്ന കാലം വിദൂരമല്ല. ആവർത്തിച്ചു പറയുകയാണ്. അത് കാണുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. തിരുവെഴുത്ത് പറയുന്നു, എതിർ ക്രിസ്തുവിന്റെ കാലം അങ്ങനെ ഒരു കാലമായിരിക്കും. എതിർ ക്രിസ്തു സ്ഥാപിക്കുന്ന, അല്ലെങ്കിൽ കള്ളപ്രവാചകൻ സ്ഥാപിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ പ്രതിമ അങ്ങനെ നിർമ്മിത ബുദ്ധി കൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു റോബോട്ടിക് പ്രതിമയായിരിക്കും. അതിന്റെ സംഖ്യയായിരിക്കും 666. ഇതൊന്നും കണ്ട് നമുക്ക് ഭയപ്പെടേണ്ടതില്ല. നമുക്ക് തന്നിട്ടുള്ളത് പ്രത്യാശയാണ്. നമ്മുടെ കർത്താവിന്റെ
തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്നുകൊണ്ട് പ്രപഞ്ചമോഹവും ഭക്തികേടും വർജിച്ച് നമുക്ക് നമ്മുടെ കർത്താവിനെ താൻ ഇരിക്കുമ്പോൾ കാണുവാനുള്ള പ്രത്യാശയാൽ നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധിയിൽ തികഞ്ഞവരായി തീരാം. ആയതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.